ബഹുമാന്യരായ നേതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, വളരെ ദീർഘിച്ചതും വിശദീകരിച്ചതുമായ ഒരു പ്രസംഗം ഇനി ആവശ്യമില്ല. നമ്മൾ കേൾക്കേണ്ടതായ മുഴുവൻ കാര്യങ്ങളും സഖാവ് പിണറായി വിജയരാഘവൻ സഖാവ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഈ പറഞ്ഞതിൽ നിന്നൊക്കെ എന്താണ് ഇത്രയും പറയിപ്പിക്കാനിടയായ കാരണം? നമ്മുടെ നാട്ടുകാർ കഷ്ടപ്പെട്ട് മുദ്രാവാക്യം വിളിച്ച് പ്രവർത്തിച്ച് വിജയിച്ച് അസംബ്ലിയിലേക്ക് അയച്ച നമ്മുടെ MLA ഒരു ദിവസം രാവിലെ അപ്പുറത്ത് അതുണ്ടാക്കിയ ഒരു മനപ്രയാസമാണ് ഇങ്ങനെ സംസാരിക്കാനാണ് ഇടവന്നത്. ഒരു ന്യായമായ ഒരൊറ്റ കാര്യം ഇങ്ങനെ പോകാനിടയാക്കിയ കാര്യം പറഞ്ഞില്ല. എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം? ഞാൻ മനസ്സിലാക്കിയത് ഒറ്റ കാര്യമേ ഉള്ളൂ. കേരളത്തിൻ്റെ ചരിത്രത്തിൽ അത്ഭുതകരമായ ഒരു രാഷ്ട്രീയ മാറ്റമാണ് കഴിഞ്ഞ 10 കൊല്ലമായിട്ടുണ്ടായത്. 5 കൊല്ലത്തെ ഭരണം കഴിഞ്ഞ് സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിന് നേരിട്ടപ്പോൾ 99 അംഗങ്ങളുടെ ഭൂരിപക്ഷത്തോടു കൂടി ഗവൺമെൻറ് തിരിച്ചു വന്നു. 99 നമ്മൾ. അതിൽ 50 മാത്രമേ പോയുള്ളൂ. ഇപ്പോൾ 98 ഇപ്പോഴും ഉണ്ട്. ഈ 98 മെമ്പർമാർക്കും ഇല്ലാത്ത അഭിപ്രായമാണ് അൻവറിലുള്ളത്. ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോവുക. ഇനി നമ്മുടെ എതിരാളികളുടെ മനസ്സിലുള്ള ഭയം എന്താണെന്ന് അറിയാമോ? ഒരു കൊല്ലം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വരും. ഇടതുപക്ഷ മുന്നണി അതിശക്തമായ ഭൂരിപക്ഷത്തോടു കൂടി തിരിച്ചു വരും. അതാണ് പേടി. അതെന്താണ് കാരണം? സഖ്യം വർദ്ധിപ്പിച്ചിട്ടോ വർഗീയത കളിച്ചിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ല നമ്മൾ ജയിക്കുന്നത്. ജനങ്ങളുടെ വികാര വിചാരങ്ങൾ മനസ്സിലാക്കി അങ്ങേയറ്റം വരെ അവർക്ക് സഹായകരമായ നിലപാട് സ്വീകരിച്ചു. ഈ 10 കൊല്ലത്തെ ഭരണത്തിനിടയ്ക്ക് 4.5 ലക്ഷം പാവപ്പെട്ടവന് വീടില്ലാത്തവന് വീട് കെട്ടിക്കൊടുത്തു. 5 ലക്ഷം ആളുകൾക്ക് ഭൂമിക്ക് പട്ടയം കൊടുത്തു. ഇതിലൊന്നും അൻവറിന് ആക്ഷേപമില്ലല്ലോ. പട്ടയം കൊടുത്ത് പോരാന്ന് അദ്ദേഹം പറഞ്ഞു. ഭൂമി പതിച്ചു കൊടുത്തത് ശരിയായില്ല എന്ന് പറഞ്ഞു. ഈ നിലമ്പൂർ മണ്ഡലത്തിൽ തന്നെ ആദിവാസികൾക്ക് ഇപ്പതാ വീട് കെട്ടിക്കൊടുക്കുന്നു, സ്ഥലം പതിച്ചു കൊടുക്കുന്നു. അങ്ങനെ ദുർബല ജനവിഭാഗങ്ങൾക്കും പിന്നോക്കം നിൽക്കുന്ന ആളുകളെയും പൊന്തിക്കുന്നതിന് വേണ്ടി ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത പ്രവർത്തനങ്ങളാണ് സഖാവ് പിണറായി വിജയൻ ചെയ്തു വന്നത്. നമ്മളെ സ്കൂളുകളിലൊക്കെ പാസ് കണ്ടിട്ടില്ല നിങ്ങൾ? 99% വിദ്യാർത്ഥികളാണ് ജയിക്കുന്നത്. അതും ഓരോ കുട്ടിക്കും 98% മാർക്കാണ് കിട്ടുന്നത്. ഈ മാർക്ക് ഇവിടെ മുമ്പുണ്ടായിരുന്നില്ലേ? ഈ സ്കൂളുകൾ ഉണ്ടായിരുന്നില്ലേ? അത് പിണറായി വിജയൻ്റെ ബുദ്ധിപരമായ പ്രവർത്തനം കൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് അത്ഭുതകമായ മാറ്റമുണ്ടാക്കാൻ പ്രവർത്തിച്ചു. സംവിധാനങ്ങൾ ഏർപ്പെടുത്തി, കെട്ടിടങ്ങളൊക്കെ പുതുക്കി പണിതു, ചോർച്ച അവസാനിപ്പിച്ചു. ഒരിക്കലും ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ എല്ലാ ക്ലാസ്സുകളും പഠിപ്പിക്കാൻ അധ്യാപകരെ നിയമിച്ചു. ശാസ്ത്ര സാങ്കേതിക വിദ്യ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി സിലബസിൽ ഉൾപ്പെടുത്തി. ഈ 10-9 കൊല്ലത്തിനിടയ്ക്ക് സ്കൂൾ ആരംഭിക്കുമ്പോൾ പുസ്തകം കിട്ടിയിട്ടില്ല എന്നൊരാക്ഷേപം ആരെങ്കിലും പറഞ്ഞോ? എവിടെങ്കിലും ഉണ്ടായ ഒരാക്ഷേപം? അങ്ങനെ ആയിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത്. ഞാനതൊന്നും ഇപ്പോൾ പറയുന്നില്ല. നമ്മുടെ ജീവിതത്തിലെ അങ്ങേയറ്റം വരെ എല്ലാം ഹൃദയസ്പർശിയായ ബന്ധമാണ് അദ്ദേഹം സ്ഥാപിച്ചത്. നമ്മുടെ ഏത് സമയത്തും ദൗർബല്യങ്ങൾ വരുമ്പോൾ പട്ടിണി കിടക്കുന്ന സ്ഥിതി കേരളത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ. സിവിൽ സപ്ലൈസ് മുഖേന അരി വിതരണം സുന്ദരമായി നടക്കുന്നില്ലേ? എവിടെയെങ്കിലും അരി കിട്ടിയിട്ടില്ല എന്നുള്ള ആക്ഷേപമില്ലല്ലോ.
ഇങ്ങനെ ഓരോ വിഷയങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കൂ.